നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. നിങ്ങൾ ഒരു +1 +2 ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങളിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഈ കോഴ്സിന് ശേഷം +2വിന് ശേഷം ഏത് കോഴ്സിന് ജോയിൻ ചെയ്യും. ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, നിങ്ങളുടെ പരിസരത്തൂടെ കടന്നു പോകുന്നവരെല്ലാം നിങ്ങളെ ഇപ്പോൾ ഉപദേശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന കോഴ്സ് നല്ലതാണ്, അങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് കേട്ടോ, അത് സൂപ്പറാണ്, മറ്റേ ഞാൻ അന്ന് പറഞ്ഞ കോഴ്സിലെ അതെടുക്കുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത്. ഇങ്ങനെ വിദഗ്ധരുടെ അഡ്വൈസുകൾ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയായിരിക്കും നിങ്ങൾ. അപ്പോഴാണ് ഞാൻ പുതിയൊരു അഡ്വൈസുമായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഇത് ഞാൻ ഒരിക്കലും നിങ്ങൾ സെലക്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് അറിയുക, ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് പറ്റിയതാണെന്ന് തോന്നിയാൽ മാത്രം ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പല ഓപ്ഷനുകളിൽ നിങ്ങൾ അറിയാതെ പോകാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് ഞാനിത് ഒന്ന് സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ ഒന്നിൽ നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടാൻ, അവിടെ പഠിക്കുവാനുള്ള ഒരു അവസരം, അതും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ. അപ്പോൾ ഈ കാര്യങ്ങളായിരിക്കും ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കുക. വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ പരമാവധി കാണുവാനായിട്ട് ശ്രമിക്കുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ആമുഖത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ ഒന്ന് എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചു, അല്ലേ? സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെമ്പാടുമായി ഒട്ടനവധി സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നേരിട്ട് കേന്ദ്ര ഭരണത്തിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റീസിനെയാണ് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. കേരളത്തിൽ ഒറ്റ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, അത് കാസർഗോഡാണ്. പിന്നെ നമുക്ക് അടുത്തുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി. അത്തരം ഇന്ത്യയിലെമ്പാടും എല്ലാ സ്റ്റേറ്റുകളിലുമായി വ്യാപിച്ച് കിടക്കുന്ന ഒട്ടനവധി സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. ഇങ്ങോട്ടേക്കെല്ലാമുള്ള അഡ്മിഷൻ ഒരൊറ്റ ടെസ്റ്റിൻ്റെ ബേസിസിലാണ്. അതാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, അല്ലെങ്കിൽ CUET എന്ന് പറയും. അപ്പോൾ അതിനെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ CUETയെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് ഞാൻ ഈ സാഹചര്യം എന്താണെന്നുള്ളതൊന്ന് അസസ് ചെയ്ത് പറയാം. നിങ്ങൾ +2 ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷനിൽ 2 അവസരങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. 2 സ്ട്രീംസാണ് ബേസിക്കലി ഉള്ളത്. അത് നിങ്ങൾ സയൻസ് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും മറ്റേതെങ്കിലും ബ്രാഞ്ച് ആണെങ്കിലും, ഈ 2 സ്ട്രീമുകളിൽ ഒന്നാമത്തെ സ്ട്രീം എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സസ് എന്ന് നമുക്ക് പറയാം. പ്രൊഫഷണൽ കോഴ്സസ് അല്ലെങ്കിൽ തൊഴിൽ അധിഷ്ഠിത കോഴ്സസ്. രണ്ടാമത്തത് അക്കാഡമിക് കോഴ്സസ്. അപ്പോൾ ഈ പ്രൊഫഷണൽ കോഴ്സ് എന്താണെന്ന് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഈ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞ് ഏത് ജോലിയിലേക്കാണ് നമ്മൾ കയറുന്നത് എന്ന് ഇപ്പോൾ തന്നെ നമുക്ക് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് പോയി ജോയിൻ ചെയ്യുന്ന കോഴ്സുകളെ പ്രൊഫഷണൽ കോഴ്സസ് എന്ന് വിളിക്കാം. സയൻസ് സ്ട്രീമുകാരുടെ കാര്യത്തിൽ എഞ്ചിനീയറിംഗ്, മെഡിസിൻ, പാരാമെഡിക്കൽ, നഴ്സിംഗ്, ഈ കാര്യങ്ങളെല്ലാം പ്രൊഫഷണൽ കോഴ്സുകളാണ്. ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ആരാകും? എഞ്ചിനീയർ ആവും. ഒരു മെഡിസിൻ കോഴ്സ് കഴിഞ്ഞാൽ ഡോക്ടർ ആവും. പാരാമെഡിക്കൽ കോഴ്സ് കഴിഞ്ഞാൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആകും, അല്ലെങ്കിൽ റേഡിയോളജിസ്റ്റ്, ഏതാണോ നിങ്ങൾ പഠിച്ച കോഴ്സ് അതാവും. നഴ്സിംഗ് പഠിച്ചാൽ നേഴ്സാവും. വ്യക്തതയുണ്ട്, ക്ലാരിറ്റിയുണ്ട്. ഇനി കൊമേഴ്സുകാരെ സംബന്ധിച്ച് കുറേയധികം പ്രൊഫഷണൽ കോഴ്സസ് ഉണ്ട്. BCom നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആവും. ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് CA നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവും. ACCA, CMA ഇതെല്ലാം പ്രൊഫഷണൽ കോഴ്സുകളാണ്. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസുകാരുടെ കാര്യത്തിൽ LLB നിങ്ങളൊരു വക്കീലാവും. മീഡിയ സ്റ്റഡീസ് ആൻഡ് ജേർണലിസം നിങ്ങളൊരു ജേർണലിസ്റ്റ് ആവും. അങ്ങനെ ഉള്ള ആന്ത്രപ്പോളജിസ്റ്റ് ആകാം. അപ്പോൾ ഇത്തരത്തിലുള്ള പല കോഴ്സസ്, പ്രൊഫഷണൽ കോഴ്സസ് എല്ലാ സ്ട്രീമുകളിലും ഉണ്ട്. ഇത് കൂടാതെ കുറേയധികം കോഴ്സുകളുണ്ട്. അതിനെ നമ്മൾ അക്കാഡമിക് പ്രോഗ്രാമുകൾ എന്ന് വിളിക്കും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BSc പ്രോഗ്രാമുകൾ, BA പ്രോഗ്രാമുകൾ, ഇത്തരത്തിലുള്ള കുറേയധികം പ്രോഗ്രാംസ്. അത് പഠിച്ചാൽ, ഇന്ന കോഴ്സ് പഠിച്ചാൽ ഇന്ന ജോലി നമുക്ക് ഒരു ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ BSc ഫിസിക്സ് പഠിച്ച ഒരാൾക്ക് എന്ത് ജോലിയിലേക്കായിരിക്കും പോവുക? നമുക്ക് ഒറ്റ വാക്കി പറയാൻ പറ്റില്ല. അയാൾക്ക് വേണമെങ്കിൽ MSc ഫിസിക്സും കൂടെ കഴിഞ്ഞാൽ ഒരു റിസർച്ചറാകാം, അല്ലെങ്കിൽ BSc ഫിസിക്സ് കഴിഞ്ഞ ഒരു സ്കൂളിലെ ഒരു ടീച്ചറാകാം. ഇനിയും ഇതേ BSc ഫിസിക്സ് കഴിഞ്ഞ ആൾക്ക് ഒരു ലാബിലെ ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ എന്തെങ്കിലും എടുക്കാം. ഇനി നിങ്ങൾ ഒരു ഹൈ പൊസിഷനിലേക്ക് ഉയരുകയാണെങ്കിൽ നിങ്ങൾക്ക് ISROയിലെ ഒരു സയൻറ്റിസ്റ്റ് വരെ ആകാം. അപ്പോൾ ഒരു LP സ്കൂൾ UP സ്കൂൾ ടീച്ചർ മുതൽ ISROയിലെ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ചീഫ് വരെ ആകാനുള്ള ക്വാളിഫിക്കേഷനാണ് ഈ ഫിസിക്സിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ അത് പഠിച്ചാൽ ഉടനെ ഒരു ജോലി ഏതാ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് വ്യക്തമായൊരു ആൻസർ അപ്പം തന്നെ പറയാൻ ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ ഇതിനെ അക്കാഡമിക് പ്രോഗ്രാംസ് വിളിക്കാം. അപ്പം ആദ്യം പറഞ്ഞ കാറ്റഗറി പ്രൊഫഷണൽ പ്രോഗ്രാംസിൽ ഏറ്റവും ചെറിയ കോളേജുകളും വലിയ കോളേജുകളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ചെറിയ അവസരം നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഏതായാലും കാണും. അവിടെ പോയി നിങ്ങൾക്ക് പഠിക്കാം. അതല്ല, നിങ്ങളൊരു മികച്ച സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് IIT മദ്രാസിൽ പഠിക്കാം, അല്ലെ IIT ഡൽഹിയിൽ പോയി പഠിക്കാം. ഏറ്റവും മികച്ച ഓപ്ഷൻ IIT ഡൽഹിയിലുണ്ട്. ഏറ്റവും ചെറിയ ഓപ്ഷൻ വീടിൻ്റെ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏതോ ഒരു എഞ്ചിനീയറിംഗ് കോളേജും ഉണ്ട്. ഇതുപോലെ BA BSc പ്രോഗ്രാംസിന് എന്താണ് ഓപ്ഷൻ, അല്ലെങ്കിൽ അക്കാഡമിക് പ്രോഗ്രാംസിന് എന്താണ് ഓപ്ഷൻ?
ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിലെ ഏറ്റവും മോശം കുട്ടികളും അല്ലെങ്കിൽ ആ മാർക്ക് ഏറ്റവും കുറവ് കിട്ടിയവരും മാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയവരും ചെയ്യുന്നത് നാട്ടിലുള്ള ഏതെങ്കിലും ഒരു അടുത്തുള്ളൊരു കോളേജിൽ പോയെങ്കിൽ ചേരും. ഇങ്ങനെയാണ് എല്ലാവരും ചെയ്യുക. അപ്പോൾ അങ്ങനെയല്ല നമുക്ക് ഓപ്ഷൻ ഉള്ളത്. അതിലും മികച്ച ഓപ്ഷൻസ് ഉണ്ട്. ഇനി കേരളത്തിലെ തന്നെ മികച്ച ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചോദിച്ചാൽ നിങ്ങൾ കുറേ പേര് മനസ്സിൽ വന്നേക്കാം. ഇപ്പോൾ ഞാൻ കോട്ടയംകാരനായതുകൊണ്ട് ഞാൻ പറയും കോട്ടയം CMS കോളേജ്, ഓട്ടോണമസ് കോളേജ്, കേരളത്തിലെ തന്നെ ഏറ്റവും പഴയ കോളേജാണ്, 200 വർഷത്തെ പാരമ്പര്യമുള്ള കോളേജ്. അല്ലെങ്കിൽ കോട്ടയം ബെസേലിയസ് കോളേജ്. നിങ്ങൾ തിരുവനന്തപുരംകാരനാണെങ്കിൽ നിങ്ങൾ പറയും മാർ ഇവാനിയോസ് കോളേജ്, മികച്ചൊരു കോളേജാണ്. നിങ്ങൾ എറണാകുളംകാരാണെങ്കിൽ നിങ്ങൾ പറയും ഒരുപക്ഷെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് അല്ലെങ്കിൽ സെൻറ്റ് ആൽബർട്ട്സ് കോളേജ്, ഇനി അതും അല്ലെങ്കിൽ നമ്മളുടെ സെൻറ്റ് തെരേസാസ് കോളേജ് എന്നൊക്കെ നിങ്ങൾ പറയും. അപ്പോൾ ഇത്തരം കുറേ പേരുകൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് കിടപ്പുണ്ട്. അല്ലെങ്കിൽ കോഴിക്കോടാണെങ്കിൽ ഫറൂഖ് കോളേജ്. അപ്പോൾ ഇത്തരം പേരുകൾ നമ്മുടെ മനസ്സിലുണ്ട്, മികച്ച കോളേജുകൾ. ഇതൊന്നും കൂടാതെ നമ്മുടെ നാട്ടിൽ പരിസരത്ത് തന്നെയുള്ള ചെറിയ ചെറിയ കോളേജുകളുണ്ട്, അവിടെയും പലരും പോയി ചേരുന്നു. അപ്പോൾ നിങ്ങളൊരു മികച്ച കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇതല്ല നിങ്ങളുടെ അവസരം. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ മികച്ച അവസരങ്ങളുണ്ട്. അതിലേതൊക്കെ കോളേജുകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഉണ്ട്, ഡൽഹി യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി JNU എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഏറ്റവും മികച്ച പ്രൊഫഷണൽസിനെ വാർത്തെടുക്കുന്ന ക്യാമ്പസുകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ ഉള്ള ഈ ഒരു എൻട്രൻസ് ടെസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് CUETയുടെ കുറേ അഡ്വാൻറ്റേജുകൾ ഞാൻ പറയാം. ഇനിയും നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് CUETയുടെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് ഒന്ന് പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്, മീറ്റ് വിത്ത് ഗ്രേറ്റ് പീപ്പിൾ. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ പഠിക്കാനായിട്ട് എത്തിയാൽ അവിടെ ഏറ്റവും വലിയ ഗുണം, നിങ്ങൾ ആ മേഖലയിലെ മികച്ച ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. കാരണം ഇന്ത്യയിലെമ്പാടും പല സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്യാം. നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഒരുപാട് അച്ചീവ് ചെയ്തവരായിരിക്കും. നിങ്ങളുടെ ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർ വളരെ എക്സ്പേർട്സ് ആയിരിക്കും സബ്ജക്റ്റിലും ഡൊമൈനിലും. അപ്പോൾ ഇത്തരം കുറേ അഡ്വാൻറ്റേജുകൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ലൈക്ക് മീറ്റ് സം ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പീപ്പിൾ. രണ്ടാമത്, നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്ന എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഭീകരമായിരിക്കും. ഒരുപാട് ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ കിട്ടും. നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിലുള്ള ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എക്സ്പോഷർ വളരെ വലുതാണ്. ഇനി ഫീസിൻ്റെ കാര്യമോ? ഫീസിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള യൂണിവേഴ്സിറ്റികൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. കാരണം കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെൻറ് ഇതിലേക്ക് ഫണ്ട് ചെയ്യുന്നത്. ഏറ്റവും മികച്ച ക്ലാസ് റൂമുകൾ, ഏറ്റവും മികച്ച കെട്ടിടങ്ങൾ, ഏറ്റവും മികച്ച സൗകര്യങ്ങൾ, ഇതെല്ലാമുള്ള ഒരു സ്റ്റാർ ഫെസിലിറ്റികളാണ് പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഫീസ് എങ്ങനെയായിരിക്കും? വളരെ കൂടുതലായിരിക്കും എന്നുള്ള പ്രതീക്ഷ പലർക്കും കാണും ഇത് കേൾക്കുന്നവർക്ക്, അല്ലേ? എന്നാൽ ഞാൻ പറയാം, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഗവൺമെൻറ് ഫണ്ടഡ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ നാട്ടിലുള്ളൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിക്കുന്നതിൻ്റെ പകുതി ഫീസൊക്കെ പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ആകുന്നുള്ളൂ. അപ്പോൾ വളരെ ചെറിയ ഫീസിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം, പ്ലേസ്മെൻറ്റ് വളരെ കൂടുതലാണ്. കാരണം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നാഷണൽ ഇമ്പോർട്ടൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് മികച്ച കമ്പനികൾ വന്ന് അവിടെ പ്ലേസ്മെൻറ്റിന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബെറ്റർ എംപ്ലോയബിലിറ്റി, കൂടുതൽ തൊഴിലവസരങ്ങൾ നമുക്ക് അതിലൂടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൊണ്ടും നമുക്ക് അവസരങ്ങൾ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ അടുത്തൊരു ചോദ്യം നിങ്ങളുടെ, ഇത് ഭയങ്കര ടഫല്ലേ, അല്ലെങ്കിൽ ഇത് എളുപ്പമാണോ കയറിപ്പറ്റാൻ? വളരെ എളുപ്പമാണ് എന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾ ഒരു കീം എൻട്രൻസ് പോലെയോ നീറ്റ് എൻട്രൻസ് പോലെയോ അത്ര ടഫല്ല CUET. നിങ്ങൾ ഒന്ന് പിടിച്ചാൽ, ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഇത് വളരെ എളുപ്പമാണ് എന്ന് പൊതുവേ പറയപ്പെടാറുണ്ട്. തീരെ എളുപ്പം അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടുമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒന്ന് നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ, ഒരു 65% എബവ് മാർക്കൊക്കെ ഉള്ളൊരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്കൊന്ന് കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ എൻട്രൻസിൻ്റെ സിലബസിനെ കുറിച്ചും പറഞ്ഞാലും ഇതുപോലെ തന്നെ വളരെ എളുപ്പമാണ്. കാരണം +2ൻ്റെ സിലബസാണ്, നിങ്ങൾ പഠിച്ച +2ൻ്റെ സിലബസാണ് ഇതിൽ ചോദിക്കുക. +1നെ അവർ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് അതും എളുപ്പമാണ്. കൂടുതൽ സീറ്റുകളുടെ എണ്ണവും ഉണ്ട്. അതുകൊണ്ട് അഡ്മിഷൻ കിട്ടാൻ പൊതുവേ എളുപ്പം ആണ് എന്ന് ഞാൻ പറയാനുള്ള മറ്റൊരു കാരണം അതാണ്. ഇനി ഇതെങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ടെസ്റ്റിന് വേണ്ടിയുള്ള സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കാം, അതിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ബാക്കി എൻട്രൻസ് ടെസ്റ്റ് പോലെ ഇന്ന സബ്ജക്റ്റുകളുണ്ട്, അതെല്ലാം നിങ്ങൾ എഴുതിയിരിക്കണം, അങ്ങനെയല്ല. നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റ് നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ 6 സബ്ജക്റ്റ് നമ്മൾ ചൂസ് ചെയ്ത് അതിനോടൊപ്പം ഏതെങ്കിലും ലാംഗ്വേജുകൾ, ഞാനൊരു എക്സാമ്പിൾ പറയാം എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ഒന്നുകിൽ 3 ലാംഗ്വേജ്, 5 ഡൊമൈൻ സബ്ജക്റ്റ്, ഒരു ജനറൽ സബ്ജക്റ്റ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 ഡൊമൈനുകൾ സെലക്ട് ചെയ്യാം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കോഴ്സിൻ്റെ പേരുകളാണ് നമ്മൾ ഈ ഡൊമൈൻ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട സബ്ജക്റ്റിനെയാണ് ഡൊമൈൻ. അതിനോടൊപ്പം 3 ലാംഗ്വേജ്, ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഇതിലേതെങ്കിലും 3 നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ ഒരു ജനറൽ ടെസ്റ്റ് ഉണ്ട്, അത് മസ്റ്റായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ 5 ഡൊമൈൻ സബ്ജക്റ്റ്, നമുക്ക് ഏറ്റവും താല്പര്യമുള്ള സബ്ജക്റ്റുകളിൽ 5 വേണം ചൂസ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലെങ്കിൽ ബയോളജി, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, ആന്ത്രപ്പോളജി, എൻവയറൺമെൻറ്റൽ സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ,
എഡ്യൂക്കേഷൻ, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, ഇങ്ങനെ ഒരുപാട് ഡൊമൈൻ സബ്ജക്റ്റുകളുണ്ട്. 27 ഡൊമൈൻ സബ്ജക്റ്റ് ഉണ്ട്. അത് CUET-യുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി നോക്കാൻ ശ്രമിക്കുക. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 5 എണ്ണം തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള 5 എണ്ണം തിരഞ്ഞെടുക്കുക. 3 ലാംഗ്വേജും എടുക്കുക. ഒരു ജനറൽ സബ്ജക്റ്റും ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് പരീക്ഷ എഴുതി നല്ല രീതിയിൽ സക്സസ്ഫുൾ ആകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 5 ഡൊമൈൻ സബ്ജക്റ്റിൽ ഏറ്റവും മികച്ചത് നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് വേണം ഫൈനൽ എടുക്കുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും മികച്ച ഒരു അവസരമാണ് ഈ CUET അല്ലെങ്കിൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നേരത്തെ അതിനുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുക. +1 കുട്ടികളാണ് നിങ്ങൾ ഇത് കേൾക്കുന്ന ഒരാളെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട്. ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. +2-ലാണെങ്കിൽ സമയം വൈകിട്ടില്ല, ഇപ്പോൾ തന്നെ ഉടൻ തന്നെ അതിനുള്ള പ്രിപ്പറേഷൻ. പ്രീവിയസ് ഇയറിലെ CUET ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. CUET-യുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് നോക്കി വെക്കുക. അതിനുശേഷം ആ സമയം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കറക്റ്റ് സമയത്ത്. വെറുതെ അപ്ലൈ ചെയ്തുകൊണ്ട് കാര്യമില്ല. അതിനുവേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുക. അതിനെ എക്സാം, കേരളത്തിൽ തന്നെ എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്, അതെല്ലാം എഴുതാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് കിട്ടിയാൽ നിങ്ങളുടെ പേരൻസിനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാതെ, അവരെ ഒരുപാട് പുഷ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരു ചെറിയ ഫീസിൽ, അതും ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും നല്ല പ്ലേസ്മെൻറ്റ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ പഠിക്കാനുള്ള ഒരവസരം ആണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, മെഡിക്കൽ സബ്ജക്റ്റുകൾ, എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളൊന്നും CUET-യുടെ കീഴിലല്ല വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അക്കാഡമിക് സബ്ജക്ട്സ് ആയിരിക്കും. അപ്പോൾ ആ മേഖല നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ആദ്യം തീരുമാനിക്കുക. ഉണ്ടെങ്കിൽ നാട്ടിലെ ഒരു ചെറിയ കോളേജിൽ പഠിക്കുന്നതിന് പകരം ഈ അവസരം നോക്കുക. അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. നിങ്ങൾക്ക് പറ്റുന്നതാണോ എന്ന് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് നല്ലതുപോലെ നിങ്ങളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്ത ഈ വീഡിയോ കണ്ട ശേഷം അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ കരിയർ ബിൽഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ എൻ്റെ ഒരു വീഡിയോ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഒന്ന് ഹിറ്റ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ബെൽ ഐക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ റെഗുലറായി എല്ലാ ദിവസവും ഇത്തരം വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ ഇനിയും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളൊന്ന് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.